ഉള്ള മീനയിലേക്ക് പുറപ്പെട്ടു. നമ്മളും സുബൈസ് കയറ്റിയതിനു ശേഷം പുറപ്പെടാൻ പറ്റും, ഇങ്ങനെ ചെയ്യാം. പക്ഷെ നമ്മളെ മുത്തബയ്ക്ക് എങ്ങനെയാണ് പറയണമെന്ന് അറിയില്ല. ചിലപ്പം രാത്രി തന്നെ നിങ്ങൾ മീനയ്ക്ക് പുറപ്പെടണം എന്ന് പറയും. വിരോധമല്ല, നമുക്ക് പോകണം. പക്ഷെ നമ്മൾ എപ്പോൾ പുറപ്പെട്ടാലും നമ്മുടെ മീന ഹജ്ജുമായി ബന്ധപ്പെട്ട മീന തുടങ്ങുന്നത് ദുൽഹിജ്ജ 8-നാണ്. ദുൽഹിജ്ജ 8 തുടങ്ങിയെന്ന് പറഞ്ഞാൽ നമ്മളവിടുന്ന് ആദ്യം നിർവഹിക്കുന്ന നിസ്കാരം ദുൽഹിജ്ജ 8-ലെ സുബൈ അല്ല, ദുഹർ മുതലാണ് നമ്മൾ നിസ്കരിച്ചത്. സുബൈ നബി എവിടെ നിന്ന് നിസ്കരിച്ചിരുന്നത്? മക്കത്ത് തന്നെയാണ്. പക്ഷെ നമുക്ക് ഹജ്ജ് കമ്മിറ്റി നമ്മൾ പറഞ്ഞ രൂപത്തിലൂടെ ചിലപ്പോൾ നമുക്കത് മിനിയിൽ തന്നെ നയിക്കാനും ചിലപ്പോൾ നിസ്കരിക്കേണ്ടി വരിക. ചിലപ്പോൾ രാത്രി തന്നെ നമ്മളോട് പോകാൻ പറയും. അതൊക്കെ അങ്ങനെയൊക്കെ ചെയ്യാവുന്നതേ ഉള്ളൂ, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നമ്മൾ ദുഹർ, അസർ, മഗ്രിബ്, ഇഷ, പിറ്റേ ദിവസത്തെ സുബൈ, ഈ 5 നേരത്തെ നിസ്കാരം അത് മിനയിൽ വെച്ച് തന്നെ നമ്മൾ നിർവഹിക്കുന്നു. അതാണ് ദുൽഹിജ്ജ 8-ന് നമ്മൾ ചെയ്യാനുള്ള പണി. അത്ര മാത്രമേ ഉള്ളൂ. അത് മിനയിൽ വെച്ച് നിർവഹിക്കുക. പിന്നെ അതിനുശേഷം ദുൽഹിജ്ജ 9-ആയി. ദുൽഹിജ്ജ 9 എന്ന് പറഞ്ഞാൽ അതാണ് അറഫ ദിനം എന്ന് പറഞ്ഞ ദുൽഹിജ്ജ 9-ആണല്ലോ. അപ്പോൾ ദുൽഹിജ്ജ 9-ന് നമുക്ക് മിനയിൽ പോകേണ്ടത്, റസൂലുള്ള പോയത് സുബൈ നിസ്കരിച്ച് സൂര്യൻ ഉദിച്ചതിന് ശേഷം, അതായത് സുബൈ നിസ്കരിച്ച് ഏകദേശം 1 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. അപ്പോഴാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അറഫയിലേക്ക് പോയത്. അപ്പം അങ്ങനെ അറഫയിലേക്ക് പോകണമെങ്കിൽ അങ്ങനെ ഇപ്പൊക്കെ ഇതൊക്കെ ഉണ്ട്, മെട്രോ ഒക്കെ ഉണ്ട്. മെട്രോ ഒക്കെ ആകുമ്പം വളരെ സൗകര്യത്തിൽ പോകാൻ പറ്റും. വളരെ കുറച്ച് സമയമുള്ളൂ. സുബൈ നിസ്കരിച്ചതിന് ശേഷം പോയാലും മതി. രാത്രി തന്നെ അറഫ 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 പറഞ്ഞിങ്ങനെ വാഹനം വിളിച്ച് വരും എന്നൊക്കെ ഇപ്പോൾ അങ്ങനെയാണെന്ന് പറയണേക്കാം. അപ്പം അതൊന്നും നമ്മൾക്ക് കഴിഞ്ഞിടത്തോളം നമ്മളെ സൗകര്യം പോലെ എങ്ങനെ തീരുമാനിക്കും പോലെ. നമുക്ക് ശരിക്കും നിയമപ്രകാരം പോകേണ്ടത് സുബൈ നിസ്കരിച്ച് സൂര്യൻ ഉദിച്ചതിന് ശേഷം അറഫയിലേക്ക് പോവുകയാണ് ചെയ്യുക. അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ, അതാണ് ദുൽഹിജ്ജ 9. അറഫയിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ആദ്യം നമ്മൾ ചെയ്യുക, ദുഹറായി കഴിഞ്ഞാൽ ദുഹറും അസറും അറഫയിൽ നിന്ന് നിസ്കരിക്കുക. 2 റക്അത്തായിട്ട് നിസ്കരിക്കുക. ആദ്യത്തെ ദുഹർ നിസ്കരിച്ചതിന് ശേഷം ബാങ്കും ഇക്കാമത്തും കൊടുക്കും. അപ്പോൾ നമ്മൾ ചിലപ്പോൾ നമ്മൾ ടെൻറ്റിൽ വെച്ചേക്കാൻ നമ്മൾ നിസ്കരിക്കുക. അങ്ങനെയാണെങ്കിൽ ബാങ്കും ഇക്കാമത്തും കൊടുത്തിട്ട് ദുഹർ 2 റക്അത്ത് നിസ്കരിക്കുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം ഇക്കാമത്ത് മാത്രം കൊടുത്തിട്ട് നമ്മൾ അസർ നിസ്കരിക്കുക. അസർ നിസ്കരിച്ച് കഴിഞ്ഞാൽ, അത് ദുഹർ നിസ്കരിച്ച് കഴിഞ്ഞ് അസറും കഴിഞ്ഞാൽ പിന്നെ ഫുൾ ടൈം നമ്മൾ പ്രാർത്ഥനയിലേക്ക് നീങ്ങുകയാണ്. അത് മഗ്രിബ് വരെ ഉണ്ടാവും. അത് കുറച്ച് സമയമൊന്നുമല്ല. നമ്മളിപ്പം ദുഹർ മുതൽ മഗ്രിബ് വരെ എന്നാണല്ലോ നമ്മൾ പറയാം. അതാണ്ട് നിന്ന് നോക്കണം, അപ്പോഴേ നമുക്ക് അറിയുള്ളൂ. അതൊരുപാട് സമയം നമ്മൾ അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് തന്നെ അവിടെ കൂടുകയാണ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചിലപ്പോൾ വെള്ളം കുടിക്കുക, അങ്ങനെ സംഗതിയൊക്കെ ചെയ്യണം. അതാണ് ഹജ്ജിൻ്റെ ആത്മാവ്. റസൂലുള്ളാഹി പറഞ്ഞ പോലെ അൽ ഹജ്ജു അറഫ. ഹജ്ജ് എന്ന് പറഞ്ഞാൽ അത് അറഫയാണ്. ഒരാൾക്ക് അറഫയിൽ നിൽക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഓന് അടുത്ത കൊല്ലം വേറെ ഹജ്ജിന് വരില്ലാതെ പിന്നെ ആ വർഷത്തെ ഹജ്ജില്ല. അങ്ങനെ ഒരു സംഭവം നബിൻ്റെ കാലത്ത് ഉണ്ടാവുകയും ചെയ്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജൊക്കെ കഴിഞ്ഞ് മുസ്ദലിഫയിൽ എത്തുമ്പോൾ, മുസ്ദലിഫി റസൂലുള്ളാഹി എനിക്ക് തോന്നുന്നത് സുബൈ നിസ്കരിച്ച് കഴിഞ്ഞപ്പോൾ ഒരാൾ ഇങ്ങനെ ഓടി കതച്ച് വരുന്നുണ്ട്. അപ്പോൾ റസൂലുള്ളാഹി എന്നോട് അദ്ദേഹം പറഞ്ഞു, നബിയെ, ഞാൻ നിങ്ങൾ ഹജ്ജിന് പുറപ്പെടാൻ കേട്ടിട്ട് ഞാൻ പുറപ്പെട്ടതാണ്. പക്ഷെ എൻ്റെ ഈ വാഹനം, അതായത് ഒട്ടകം വളരെ ക്ഷീണിതമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒട്ടകം ഇങ്ങനെ ഇരുന്നിരുന്ന് ഞാൻ ഇപ്പോഴാണ് എത്തിയത് കേട്ടോ. ഞാനിപ്പോഴാണ് അവിടെ എത്തിയത്. അത് സുബി ആയിക്കണ എത്തിയപ്പോൾ അറഫീക്ക് വെക്കാലോ. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അയാളോട് പറഞ്ഞു, അയാൾ ഹജ്ജിന് പുറപ്പെട്ട് പകലോ രാത്രിയും കൂടിയാണ്. പകലോ രാത്രിയോ ഓനെ ഹജ്ജ് അറഫയിൽ നിൽക്കാൻ കഴിഞ്ഞാൽ ഓനെ ഹജ്ജ് പൂർത്തീകരിക്കാം. അപ്പോൾ ഇയാൾക്ക് അതിന് സാധിച്ചില്ല. ഇയാൾ സുബൈക്കാണ് ഇവിടെ നബിൻ്റെ അടുക്കൽ എത്തുന്നത്. അതും മുസ്ദലിഫയിൽ നബി എത്തിയപ്പോഴെത്തുന്നത്. അപ്പോൾ അയാളോട് വീണ്ടും മറ്റൊരു സന്ദർഭത്തിൽ ഹജ്ജ് നിർവഹിക്കാനാണ് റസൂലുള്ളാഹി നിർദ്ദേശിച്ചത്. അപ്പോൾ അതുകൊണ്ടാണ് സൗദി സർക്കാർ നമ്മളെ ഹോസ്പിറ്റലിലൊക്കെ അഡ്മിറ്റ് ചെയ്യപ്പെട്ട ആളുകളെ ഹെലികോപ്റ്ററിലോ ആംബുലൻസിലോ എന്തിലെങ്കിലും ആയിട്ട് അവർ അറഫയിൽ കുറച്ച് സമയമെങ്കിലും അവർ നിർത്തും. കാരണം ഇത്രയും പണം ചിലവാക്കി ഇവിടെ വന്ന ആളുകളാണല്ലോ. അപ്പോൾ അവരെ അറഫ കിട്ടാതിരുന്നാൽ ഓർക്ക് ആ ഹജ്ജ് പോയി. അങ്ങനെയാണ് അതിൻ്റെ നിയമം. അപ്പോൾ ഹജ്ജിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഗതിയിലാണ് ഇപ്പോൾ നമ്മൾ അറഫ എന്ന് പറഞ്ഞത്. അറഫയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ദുഹർ മുതൽ
ദുഹർ നിസ്കാരം കഴിഞ്ഞ് റസൂലുള്ള പിന്നെ കുറച്ച് ഒരു ഇത് കഴിഞ്ഞു, എന്താണ്, ഒരു പ്രസംഗമൊക്കെ കഴിഞ്ഞു, പിന്നെ പ്രാർത്ഥിക്കാനാണ് ഇറങ്ങുകയാണ് റസൂലുള്ള ചെയ്തത്. ഇപ്പം നമ്മൾ പ്രസംഗിക്കാൻ ആ പള്ളിയിൽ വെച്ചായിരിക്കും പ്രസംഗം, അത് നമുക്ക് കേൾക്കാൻ പറ്റിയെന്ന് വരാൻ പറ്റിയില്ല എന്ന് വരാം. നമ്മൾ താമസിക്കുന്നത് അറഫാണ്, വലിയ വളരെ വിശാലമായൊരു ഏരിയയാണ്. ആ അതിൽ അറഫൻ്റെ അതിരുകളൊക്കെ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ അറഫൻ്റെ അതിരിൻ്റെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ ഒന്ന് ഉറപ്പ് വരുത്തണം നമ്മളെ ടെൻ്റൊക്കെ. അത് വെച്ച് നമ്മൾക്ക് പിന്നെ അറഫയിലായിരിക്കും ഉണ്ടാകുക. അപ്പോൾ അറഫയിൽ ഈ പ്രാർത്ഥനയിൽ മുഴുകിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുക. അത് കൈ ഉയർത്തി എന്നുകൊണ്ടാണ് റസൂലുള്ളാഹി പ്രാർത്ഥിച്ചിരുന്നത്. റസൂലുള്ളാഹി പറഞ്ഞു, ഞാൻ ഇവിടുന്നാണ് പ്രാർത്ഥിക്കണേ, പക്ഷേ അറഫ മുഴുവൻ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ എന്ന് റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൈ ഉയർത്തി പ്രാർത്ഥിച്ചു എന്ന് പറഞ്ഞത്, കൈ പിന്നെ ഒരിക്കൽ റസൂലുള്ളാഹിൻ്റെ ഒട്ടകപ്പുറത്തിരുന്ന് റസൂലുള്ളാഹി കൈ ഉയർത്തി ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു വടിയോ മറ്റോ നിലത്ത് വീണപ്പോൾ ഒരു കൈ ഇങ്ങനെ ഉയർത്തിക്കൊണ്ട് മറ്റേ കൈ കൊണ്ടാണ് വടി എടുത്തിട്ടുള്ളത്. അങ്ങനെയൊക്കെ ഹദീസുകളിൽ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് കഴിയുന്നിടത്തോളം കൈ ഉയർത്തി നമുക്ക് പറയാനുള്ളതൊക്കെ പ്രാർത്ഥിച്ച് അവിടെ വെച്ചാണ് നമ്മൾ ഒരുക്കി കളയേണ്ടത്. നമ്മളുടെ കഴിഞ്ഞ കാലമൊക്കെ ഓർത്ത് അതിൽ നിന്നൊക്കെ നമ്മൾ മുക്തമായി അറഫണ്ട് കഴിയുമ്പോഴാണ് നമ്മൾ ഈ പറഞ്ഞ ഈ പിന്നെ ഉമ്മ പ്രസവിച്ച കുട്ടിയെപ്പോലെ ആയി മാറുക എന്നൊക്കെ പറഞ്ഞപ്പോൾ ആ സമയം പരമാവധി നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. അതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകിച്ച് ഇപ്പോൾ ദുഹർ മുതൽ മഗ്‌രിബ് വരെ ഉണ്ടല്ലോ പ്രാർത്ഥന, റസൂലുള്ളാഹി പ്രത്യേകമായി പ്രാർത്ഥിക്കാൻ വേണ്ടി പറഞ്ഞ ഒരു പ്രാർത്ഥനയിലില്ല. ഇങ്ങനെ ഒരു ദുആ റസൂലുള്ളാഹി പറഞ്ഞിരുന്നു. നമ്മൾ പിന്നെ വുദൂഅൊക്കെ എടുത്ത് കഴിഞ്ഞ ശേഷം ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു ലഹുൽ മുൽക്കു വലഹുൽ ഹംദു വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ എന്ന ഒരു കീർത്തനം, അതൊരു പ്രാർത്ഥനയല്ല, അതൊരു അള്ളാഹുവിനെ പ്രകീർത്തിക്കുന്ന ഒരു ഭാഗമാണ്. ആ ഭാഗം റസൂലുള്ളാഹി എന്ത് ചെയ്തിരുന്നു, അറഫ ദിനത്തിൽ പറഞ്ഞിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും. പിന്നെ അറഫ പിന്നെ ദിനത്തിൽ പിന്നെ ആ കാര്യം റസൂലുള്ളാഹി പറഞ്ഞു എന്നല്ലാതെ വേറെ പ്രത്യേകിച്ച് ഇന്നൊരു പ്രാർത്ഥന റസൂലുള്ളാഹി പ്രാർത്ഥിച്ചു പറഞ്ഞ ഒരു ഹദീസും നമുക്ക് കാണാൻ കഴിയില്ല. അപ്പോൾ നമ്മൾക്ക് എന്താണോ പ്രാർത്ഥിക്കേണ്ടത്, നമ്മളെ കാര്യം, മക്കളെ കാര്യം, നാടിൻ്റെ കാര്യം, എല്ലാ കാര്യങ്ങളും ഇതിനൊക്കെ ഒരുപാട് സമയം ഉണ്ടാവും. നമ്മളോട് പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെട്ട ആളുകളൊക്കെ നമുക്ക് ഓർമ്മ വരും. അതൊന്നും ഓർമ്മിക്കാനൊന്നും യാതൊരു പ്രയാസം ഉണ്ടാവില്ല. അതൊക്കെ നമ്മുടെ മനസ്സിലേക്ക് വരും. അവർക്ക് വേണ്ടിയൊക്കെ നമ്മൾ പ്രാർത്ഥിച്ച് മഗ്‌രിബ് ബാങ്ക് കൊടുക്കണ വരെ അത് തുടരുക. അതിൻ്റെ അടക്കം അത് ആ സമയം നമ്മൾ ശരിക്കും ഉപയോഗപ്പെടുത്തുക. ക്ഷീണം വരും, വെള്ളം കുടിക്കുക, കുറച്ചങ്ങോട്ടൊക്കെ നാടുകൊട്ടൊക്കെ നടക്കുക, നീങ്ങുക, എന്തെങ്കിലും ഭക്ഷണം പോയി കഴിഞ്ഞ് കഴിക്കുക, അതൊക്കെ ചെയ്യാം. എന്നാലും മെയിനായിട്ട് നമ്മുടെ മനസ്സിൽ ഈ പ്രാർത്ഥന തന്നെ ഉയരണം. അത് കഴിഞ്ഞാൽ മഗ്‌രിബ് ബാങ്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അവിടെ നിൽക്കാൻ പാടില്ല. പിന്നെ കുറച്ചേരം കൂടി കഴിയട്ടെ നിൽക്കേണ്ട ആവശ്യമില്ല. തിരക്കും കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ നിൽക്കുക, വണ്ടി കാത്തിക്കണമെങ്കിൽ നിൽക്കുക, അങ്ങനത്തെ ആവശ്യങ്ങളല്ലാത്ത എനിക്ക് മഗ്‌രിബ് ബാങ്ക് കൊടുത്താൽ മഗ്‌രിബ് നിസ്കരിക്കാതെ അവിടുന്ന് പുറപ്പെടണം. മഗ്‌രിബ് നിസ്കരിക്കാതെ അവിടുന്ന് പുറപ്പെടുക. അവിടുന്ന് ഒരു 7 കിലോമീറ്റർ ദൂരെയാണ് ഇപ്പോൾ ഈ പറഞ്ഞ മുസ്ദലിഫ എന്നാണ്. മടങ്ങുകയാണ്, നമ്മൾ വീണ്ടും മടങ്ങുകയാണ്. അവിടെ അറഫയിൽ നമ്മൾ ഇങ്ങോട്ട് തന്നെ മടങ്ങുകയാണ്. മുസ്ദലിഫയിൽ വന്ന് നമ്മളവിടെ മൈതാനം പോലത്തെ ഒരു സ്ഥലമാണ്. അവിടെ നമ്മളാണ് കിടക്കുക ചെയ്യുക. ഏത് മഗ്‌രിബും ഇശയും നിസ്കരിച്ചിട്ട് മഗ്‌രിബും ഇശയും നിസ്കരിക്കുക. പിന്നെ അവിടെ വേറെ പ്രാർത്ഥനയും കാര്യമൊന്നുമില്ല. മഗ്‌രിബും ഇശയും 3ഉം 2ഉമായിട്ട് നിസ്കരിക്കുക, ഒരുമിച്ച് നിസ്കരിക്കുക. ഭക്ഷണമൊക്കെ അവിടെ ഉണ്ടാവും. ചിലപ്പോൾ നമുക്ക് ഇവർ കൊണ്ടുവന്നുണ്ടാവും, അല്ലെങ്കിൽ അതൊക്കെ അവിടെ ലഭ്യമാണ്. ഭക്ഷണവും വെള്ളവും ഒക്കെ അവിടെ ഇങ്ങനെ പല രൂപത്തിൽ നമുക്ക് ലഭിക്കും. ടോയ്ലറ്റുകൾ ധാരാളം ഈ മുസ്ദലിഫയിലുണ്ട്. ഇതൊക്കെ ഉപയോഗപ്പെടുത്തി എത്രയും പെട്ടെന്ന് നമ്മൾ മഗ്‌രിബും ഇശയും നിസ്കരിച്ചിട്ട് പിന്നെ അവിടെ കുറേ പ്രാർത്ഥിച്ചിരിക്കാനൊന്നും സമയമില്ല. നമ്മൾ വേഗം കിടന്ന് ഉറങ്ങുക. ആ ഉറക്കം വളരെ അത്യാവശ്യമാണ്. അതാണ് മുസ്ദലിഫയിൽ പാർക്കുക എന്ന് പറഞ്ഞ സംഗതി. ആ ഉറങ്ങാൻ അവിടെ പ്രത്യേകിച്ച് സൗകര്യങ്ങളും അങ്ങനത്തെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ മൈതാനത്താണ്, ഒരു ചെറിയ ചരൽ ഭൂമിയാണ് അതവിടെ. ആ ചരൽ ഭൂമിയിൽ നമുക്ക് കിടക്കുക. പിന്നെ ടാറിട്ട റോഡുകളുണ്ട്, റോഡ് വളരെ ശ്രദ്ധിക്കണം. അതിൻ്റെ വാഹനങ്ങൾ പോകുന്നതാണ്. നമ്മുടെ മുറുകനാട്ടെ സുലൈമാഷൊക്കെ അറിയാം. മുറുകനാട്ടെ ഇയാൾ പിന്നെ കിടക്കുമ്പോഴാണ് അയാൾ കാൽമക്കൂടെ ഒരു പിന്നെ വാഹനം കയറി മുറിയൊക്കെ പറ്റിയിട്ടുണ്ടായി. അത് റോട്ടിൽ ഇതിൻ്റെ ഭാഗത്തിൽ കിടക്കുമ്പോഴാണ്. കാരണം ഇതിങ്ങനെ മൈതാനം പോലത്തെ ഒരു സ്ഥലത്തൊന്നായിട്ട് ഉള്ള പിന്നെ ഇഹ്റാമിൻ്റെ തുണിയും വെച്ചിട്ട് തലക്ക് വെച്ചിട്ടോ മറ്റോ ഒക്കെ അത് കിടക്കാനാണ്. കിടന്നേ ഓർമ്മ ഉണ്ടാവുള്ളൂ. കാരണം നമ്മൾ വളരെ ക്ഷീണിതരായി. അത്രയും സമയം അറഫയിൽ ഇങ്ങനെ ഇരുന്ന് കോൺസെൻട്രേറ്റ് ചെയ്ത് ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ തന്നെ ശരീരവും ഒക്കെ വളരെ ക്ഷീണിച്ചിട്ടുണ്ടാവും. മനസ്സും ശരീരവും ഒക്കെ ക്ഷീണിച്ചിട്ടുണ്ടാവും. അപ്പോൾ അത്
കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ അവിടെ കിടന്ന് ഉറങ്ങുക. സുഖമായി ഉറങ്ങിക്കഴിഞ്ഞ് സുബൈക്ക് മുമ്പ് നീക്കുക. എന്നിട്ട് പിന്നെ തഹജ്ജുദ് റസൂലുള്ളാ ഒഴിവാക്കിയിരുന്നില്ല. ഏത് വിത്ർ നിസ്കാരം റസൂലുള്ളാ അവിടുന്ന് ഒഴിവാക്കിയിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പോൾ വേണമെങ്കിൽ 2 റക്അത്ത് 3 റക്അത്തോ 1 റക്അത്തോ സൗകര്യം പോലെ എഴുന്നേറ്റ് നിന്ന് നമുക്ക് നിസ്കരിക്കാം. അത് കഴിഞ്ഞ് സുബൈസ്കരിക്കുക. സുബൈസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് തന്നെ ഏകദേശം ഒരു സുബൈസ്കരിച്ച് 1/2 മണിക്കൂർ കഴിയണം നടത്താം. കാരണം സുബൈസ്കരിച്ച് ഒരു സുബയാഗ് കൊടുത്തിട്ട് 1 മണിക്കൂർ കഴിയും മിക്കവാറും ഉദിപ്പുണ്ടാകാൻ. അപ്പോൾ അതിൻ്റെ മുമ്പ് എന്ന് പറയുമ്പോൾ 1/2 മണിക്കൂറോ 3/4 മണിക്കൂറോ ഒക്കെ കഴിഞ്ഞിട്ട് ഹദീസുകളിലുള്ളത് സൂര്യൻ ഉദിക്കുന്നതിൻ്റെ മുമ്പ് ആകാശം മഞ്ഞ കളറായുമ്പോൾ റസൂലുള്ളാ പിന്നെ പുറപ്പെട്ടു എന്നാണ്. അപ്പോൾ അവിടുന്ന് പിന്നെ മുസ്ദലിഫയിൽ നിന്ന് പോവുക. അതൊക്കെ അപ്പോഴേക്ക് ദുൽഹിജ്ജ് 10. അപ്പോൾ ദുൽഹിജ്ജ് 9 നമ്മൾ അറഫയിലുണ്ടായിരുന്നത്. അവിടുന്ന് അറഫയിൽ നിന്ന് ആകെ 100 ദിവസം നിസ്കരിക്കുള്ളൂ. പിന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് മഗ്‌രിബ് വെച്ച് നമ്മൾ മുസ്ദലിഫി വെച്ച് നിസ്കരിക്കണം, ഉറങ്ങണം. നേരം പുലരുമ്പോൾ നമ്മൾ പിന്നെ ദുൽഹിജ്ജ് 10 ദുൽഹിജ്ജ് 10 മഗ്‌രിബോട് കൂടിയാവുമെങ്കിൽ നമ്മൾ എണ്ണുമ്പോൾ നമ്മൾ ദുൽഹിജ്ജ് 10 രാവിലെ സുബൈസ്കരിച്ച് അവിടെയാണ് മഷ്അറുൽ ഹറാം എന്ന് പറഞ്ഞത്. മുസ്ദലിഫിൻ്റെ മറ്റൊരു പേരാണ്. വിശുദ്ധ ഖുർആനിൽ പറഞ്ഞാണ് നിങ്ങൾ മഷ്അറുൽ ഹറാമിൽ വെച്ച് പ്രാർത്ഥിക്കണം എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മഷ്അറുൽ ഹറാമിൽ വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം, മുസ്ദലിഫയിൽ വെച്ച് പ്രാർത്ഥിക്കാം. അതൊക്കെ സുബഹി കഴിഞ്ഞ് സൂര്യ ഉദിക്കുന്നതിൻ്റെ ഇടയ്ക്ക്, സൂര്യ ഉദിക്കുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് പുറപ്പെടണം. സൂര്യ ഉദിക്കുന്നതിൻ്റെ മുമ്പ് അവിടുന്ന് പുറപ്പെടുക. ഇതാണ് ദുൽഹിജ്ജ 10 ഇപ്പോൾ. അന്നാണ് നമുക്ക് കുറേ കർമ്മങ്ങൾ ചെയ്യാനുള്ളത് ദുൽഹിജ്ജ 10. അതുകൊണ്ടാണ് ആ തലേന്നത്തെ രാത്രി ഉറക്കമൊഴിച്ചൊന്നും കിടക്കരുത്. അവിടെ നല്ലോണം കിടന്ന് ഉറങ്ങണം, ക്ഷീണം ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറണമെങ്കിൽ ദുൽഹിജ്ജ 10 എന്നാലേ നമുക്ക് സജീവമായിട്ട് ചെയ്യാൻ പറ്റുള്ളൂ. ദുൽഹിജ്ജ 10 ചെയ്യാനുള്ളത്, ആദ്യം നമുക്ക് ചെയ്യാനുള്ളത് കല്ലേറ് എറിയാണ്ട്, പിന്നെ ബലിയെടുക്കാണ്ട്, മുടിയെടുക്കാണ്ട്, തവാഫ് ചെയ്യാണ്ട്, പിന്നെ സഅയ്, അതായത് സഫാ മർവത്തുള്ള സഅയ്, ഇതൊക്കെ ചെയ്തിട്ട് നമുക്ക് രാത്രി ആകുമ്പോഴേക്ക് പിന്നെ മിനയിലേക്ക് തന്നെ മടങ്ങി വരുമ്പോൾ അതാണ് ദുൽഹിജ്ജ 10 ചെയ്യാനുള്ളത്. അപ്പോൾ ദുൽഹിജ്ജ 10 നമ്മൾ മുസ്ദലിഫിൽ നിന്നാണ് പുറപ്പെടും. നടക്കലായിരിക്കും പല ആളുകൾ. നടന്നാലും മതി, കഴിയണമെങ്കിൽ നടന്നാൽ മതി. 2 കിലോമീറ്റർ ഉള്ളൂ. 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നമ്മൾ പിന്നെ ജംറൻ്റെ അടുത്ത് എത്തുമ്പോൾ കുറച്ചും കൂടി കൂടും. 2 കിലോമീറ്റർ കഴിഞ്ഞാൽ നല്ല ഒഴുക്കായിരിക്കും. ആളുകളുടെ നല്ല ഒഴുക്കുണ്ടാവും. ഒഴുക്കിനനുസരിച്ച് പോയാൽ മതി. പണ്ടത്തെ പോലെ തിക്കും തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. 1 വേ ആണ്. അവിടെ പോയി 7 കല്ല് നമ്മൾ അവിടെ സന്ദർഭത്തിൽ ഉണ്ടെങ്കിലും പിന്നെ 7 കല്ല് പൊരുക്കുക. എന്നിട്ട് അവിടെ 7 കല്ല് എറിയുക. ആ കല്ലെറിനോട് കൂടി നമ്മൾ പിന്നെ തെൽബിയത്ത് എന്നുള്ള സംഗതി അവസാനിക്കണം. അപ്പോൾ നമ്മൾ റൂമിൽ നിന്ന് തുടങ്ങുന്ന തെൽബിയത്ത് അറഫയിലും പിന്നെ മറ്റേ മിനയിലും മുസ്ദലിഫയിലൊക്കെ നമുക്ക് തെൽബിയത്തല്ല. പക്ഷേ ദുൽഹിജ്ജ 10 ആദ്യം നമ്മൾ ചെയ്യുന്ന കർമ്മം മിനയിൽ വന്നിട്ട് 3ാമത്തെ ജംറയിൽ കല്ലെറിയാം. അവിടെ എത്തിനോട് കൂടി നമ്മൾ കല്ലെറിനോട് കൂടി തെൽബിയത്ത് അവസാനിച്ചു. ഇനി നമ്മൾ തെൽബിയത്തില്ല. ലബ്ബൈക്ക് അല്ലാഹുമ്മ ലബ്ബൈക്ക് എന്നാണ് തെൽബിയത്ത്. ഇനി ഇല്ല, പറയണില്ല. അപ്പോൾ കല്ലെറിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ബലി ഇറക്കണം. ബലി നമ്മൾ സ്വാഭാവികമായിട്ടും അറുക്കാൻ ഏൽപ്പിക്കുകയാണല്ലോ ചെയ്യുക. സർക്കാരിനെ ഏൽപ്പിച്ചിട്ടുണ്ടാകും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും നമ്മൾ ഏതെങ്കിലും ഗ്രൂപ്പുകൾ ഉണ്ടാകും. ഒക്കെ എന്ത് ചെയ്താലും ശരി ബലി നമ്മൾ അറുക്കുക. നമ്മളെ സർക്കാരിനൊക്കെ ഏൽപ്പിച്ച ആളുകൾ ബലി എടുക്കുക എന്നുള്ള മനസ്സിൽ അവരുടെ ബലി എടുക്കുകയാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള ബോധ്യം ഉണ്ടാകുകയാണ്. നമുക്ക് വേണ്ടി മറ്റൊരാൾ ബലി ഇറക്കുന്നു നമ്മൾക്ക് മനസ്സിലാക്കാം. അങ്ങനെ ചെയ്യാം, വിരോധമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കുറേ അറുത്തു, പിന്നെ മറ്റൊരാളെ ഏൽപ്പിക്കുകയാണ് ചെയ്തത് അറുക്കാൻ വേണ്ടി. അങ്ങനെ നമ്മൾ മറ്റൊരാളെ അറുക്കാൻ വേണ്ടി ഏൽപ്പിക്കുന്നതിന് യാതൊരു വിരോധമില്ല. അത് കഴിഞ്ഞതിന് ശേഷം മുടിയെടുക്കുക. മുടിയെടുക്കുന്നത് അവിടെ വെച്ച് തന്നെ മുടി എടുത്തോളണം എന്നില്ല. ഈ ജംറയിൽ എടുക്കൽ തന്നെ മുടി എടുക്കുന്ന കുറേ ആൾക്കാരുണ്ടാവും. അത് പലപ്പോഴും ഒരു പ്രയാസകരാണ്. എല്ലാ ഈ സാധാരണ നമ്മളെ ഷേവിങ് സെറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടാണ് ഇതിങ്ങനെ തേക്കും. അപ്പോൾ കുറേ മുറിയും കാര്യമൊക്കെ ഉണ്ടാവും. ഏറ്റവും നല്ലത് ബാർബർ ഷാപ്പിൽ ഇവിടെയോ ഇനി മക്കത്തോ എന്നാലും മതി. പക്ഷേ ഇവിടുന്ന് മുടി എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നേരെ റൂമിൽ പോകാം. റൂമിൽ പോയിട്ട് ഡ്രസ്സൊക്കെ മാറ്റാം, കുളിക്കാം ഒക്കെ ചെയ്ത് സാധാരണ ഡ്രസ്സ് പണിഞ്ഞ് നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒരു തവാഫ് ചെയ്യുക. അതാണ് ഏറ്റവും ഹജ്ജിൻ്റെ തവാഫ്. അതാണ് ഏറ്റവും അധികം ആളുകൾ തിങ്ങി നിറഞ്ഞ് എടുക്കുന്ന തവാഫാണ് ഇപ്പോൾ ഹജ്ജിൻ്റെ തവാഫ്.
അത് നിങ്ങൾക്ക് റൂമിലൊക്കെ പോയി കുളിച്ച് ഒരുങ്ങി കുറച്ച് മണി കുറച്ച് ഒന്ന് ഉറങ്ങി വിശ്രമിച്ചിട്ട് ഈ തവാഫ് ചെയ്യുക. പിന്നെ ഈ പറഞ്ഞ സഫാ മർവക്കിടയിലുള്ള ആ സഅയും ചെയ്യുക. അത് കഴിഞ്ഞ ശേഷം രാത്രി ആകുമ്പോഴേക്ക് വീണ്ടും നമ്മൾ മിനയിലെത്താം. അത്രയേ ഉള്ളൂ. നമ്മൾ രാത്രി ആകുമ്പോഴേക്ക് എത്തിയാൽ മതി. വേണമെങ്കിൽ പിന്നെ മസ്ജിദുൽ ഹറമിൽ വെച്ച് തന്നെ നമുക്ക് മഗ്‌രിബും ഇശയൊക്കെ അവിടുന്ന് സ്കേച്ചിട്ട് രാത്രിയിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ എത്തണം, പിന്നെ മിനയിലെത്താം. അതിൻ്റെ ഇടയ്ക്ക് വിശ്രമവും കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ എന്ത് ചെയ്യാവുന്നതാണ്, നമ്മുടെ ലഗേജൊക്കെ വേണമെങ്കിൽ ഇനി എന്തെങ്കിലും ലഗേജുകൾ കൊണ്ടുപോകേണ്ട. ഇനി നമ്മൾ 2-3 ദിവസം നമ്മൾ മിനയിൽ തന്നെയാണ് താമസിക്കുന്നത്. അപ്പോൾ നമ്മൾ റൂമിൽ പോയിട്ട് ലഗേജോ കാര്യങ്ങളോ എടുക്കേണ്ടതുണ്ടെങ്കിൽ അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ട് പിന്നെ മിനയിലേക്ക് പോയാലും മതി. സൗകര്യം പോലെ ഇഷ്ടം പോലെ ചെയ്യാം. അതോടുകൂടി നമ്മളെ പിന്നെ 10 കഴിയും. ദുൽഹിജ്ജ 10 കൂടി കഴിയും. ദുൽഹിജ്ജ 10-ലുള്ള ഈ 5 കാര്യങ്ങളുണ്ടല്ലോ, 5 കാര്യങ്ങളിൽ അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ആ ഏറല്ലാത്ത സംഗതി നമുക്ക് എന്ത് ചെയ്യാം, നീട്ടി വെക്കാം. പക്ഷെ അതിനനുസരിച്ച് നമ്മൾ ഇഹ്റാമെന്ന് പോകില്ല എന്ന് മാത്രം. 3 സംഗതി ചെയ്താൽ നമ്മൾ ഇഹ്റാമെന്ന് പുറത്താം. അപ്പോൾ ഏറും അറവും മുടിയിരിക്കലും അത് 3 നമ്മൾ ചെയ്താൽ ബാക്കി മക്കയിൽ പോകുന്ന സംഗതി നമുക്ക് വേണമെങ്കിൽ നീട്ടിയേക്കാം. മക്കയിൽ പോയിട്ട് തവാഫും പിന്നെ സഅയും ചെയ്യണമല്ലോ, അത് നമുക്ക് നീട്ടി വെച്ചിട്ട് നമുക്ക് വേണമെങ്കിൽ അത് ഹജ്ജ് കഴിയുന്നതിൻ്റെ മുമ്പ് ഒരു ദിവസം പോയിട്ട് ചെയ്താൽ മതി. ഏതെങ്കിലും ദിവസം പകൽ പോയിട്ട് നമ്മൾ ചെയ്താൽ മതി, വിരോധമല്ല. നമുക്ക് നേരെ ടെൻറ്റിക്ക് മടങ്ങാം. അവനാൻ്റെ ഈ കല്ലെറിഞ്ഞ് കഴിഞ്ഞതിന് ശേഷം മുടി എടുത്തുകൊണ്ട് നമുക്ക് ടെൻറ്റിക്ക് മടങ്ങി ഇവിടെ നിൽക്കാം. മക്കയിൽ പോണതിന് പകരം മക്കയിലേക്ക് പിന്നെ പിറ്റേന്നോ മക്കയിൽ പോയിട്ട് തവാഫും പിന്നെ സഅയും ചെയ്താലും വിരോധമൊന്നുമില്ല. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതൊക്കെ ദുൽഹിജ്ജ 10 തന്നെ ചെയ്യുകയാണ് ചെയ്തത്. ദുൽഹിജ്ജ 10 തന്നെ ചെയ്തിട്ട് മടങ്ങുകയാണ് ചെയ്തത്. അപ്പോൾ അതാണ് ഏറ്റവും അഫ്ളൽ. അല്ലാത്തത് ചെയ്യുന്നതിന് യാതൊരു വിരോധവും ഇല്ല. പിന്നെ ദുൽഹിജ്ജ 10 കഴിഞ്ഞാൽ പിന്നെ 3 ദിവസം നമ്മൾ മിനയിൽ താമസിക്കണം. 11, 12, 13. ആ 3 ദിവസം നമുക്ക് പ്രത്യേകിച്ചുള്ള നേരത്തെ പറഞ്ഞ പോലെ തന്നെ 4 റക്അത്തുള്ള നിസ്കാരം 2 റക്അത്തായിട്ട് നിസ്കരിക്കണം. പിന്നെ അതതിൻ്റെ സമയത്താണ് നിർവഹിക്കേണ്ടത്. പിന്നെ ളുഹറിന് ശേഷം 3 ജംറയിൽ പോയി നമ്മൾ കല്ലെറിയണം. 7 കല്ല് നമ്മൾ 3 ജംറയിൽ എറിയണം. അതിൽ 1-ാമത്തെ ജംറയിൽ എറിഞ്ഞതിന് ശേഷം വലത് ഭാഗത്തേക്ക് മാറി നിന്ന് നമുക്ക് കഅബയിലേക്ക് തിരിഞ്ഞ് കുറേ പ്രാർത്ഥിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നു. 2-ാമത്തെ ജംറയിൽ എറിഞ്ഞിട്ട് ഇടത് ഭാഗത്തേക്ക് മാറി നിന്നിട്ട് കുറേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചിരുന്നു. അങ്ങനെ ചെയ്യാം. 3-ാമത്തെ ജംറയിലേക്ക് എറിഞ്ഞതിന് ശേഷം പ്രാർത്ഥിച്ചിട്ടില്ല. നേരെ മടങ്ങി ടെൻറ്റിലേക്ക് തന്നെ വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യാം. 3 അത് മഗ്‌രിബിൻ്റെ മുമ്പ് ചെയ്യുകയാണ് നല്ലത്. അങ്ങനെ റസൂലുള്ളാഹി ചെയ്തത്. പക്ഷേ പ്രയാസമാണെങ്കിൽ നമുക്ക് രാത്രി ചെയ്യാം, വിരോധമല്ല. കഴിഞ്ഞിടത്തോളം അവനാൻ തന്നെ ചെയ്യാം. മറ്റൊരാളെ കല്ലെറിയാൻ ഏൽപ്പിക്കുക എന്നുള്ള പരിപാടി അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ആരും അങ്ങനെ ചെയ്തിട്ടില്ല. അത് പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട്. നിവൃത്തിയില്ലാത്തവർക്ക് വേറെ എന്താ ചെയ്യുക എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ വിരോധമില്ലാതെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവനാൻ തന്നെ ചെയ്യുക. രാത്രിയൊക്കെ പോവുകയാണെങ്കിൽ വളരെ ഒഴിഞ്ഞ് സുഖമായി ചെയ്യാൻ പറ്റുകയും ചെയ്യും. രാത്രി ചില പിന്നെ സഹാബിമാരൊക്കെ രാത്രിയാണ് കല്ലെറിഞ്ഞിരുന്നത്. അതിനൊക്കെ നബി അനുവാദം നൽകിയിട്ടുണ്ട്, വിരോധമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭാര്യമാരിൽപ്പെട്ട ഒരു ഭാര്യ വളരെ തടിയുള്ളൊരു ഭാര്യയായിരുന്നു. അപ്പോൾ അവർ കൂടി രാത്രി തന്നെ ചെയ്യാനാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. അപ്പം അങ്ങനെയൊക്കെ ചെയ്യാം. ഏതായാലും ഈ 3 ദിവസം നമ്മളത് ചെയ്യുക. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ അതോടുകൂടി നമ്മുടെ ഹജ്ജ് കഴിഞ്ഞു. മിനയോടുകൂടി ഹജ്ജ് അവസാനിച്ചു. പിന്നെ നമ്മൾ മക്കയിലേക്ക് വരും, നമ്മളെ റൂമിൽ താമസിക്കും, ഒക്കെ കഴിഞ്ഞു. നമുക്ക് എന്നാണോ ഇങ്ങോട്ട് പോരാനാകുക അല്ലെങ്കിൽ എന്നാണോ മക്ക വിടേണ്ടി വരിക അന്നൊരു പിന്നെ വിദാഇൻ്റെ തവാഫ്. അത് വെറും തവാഫും 2 റക്അത്ത് നിസ്കാരം. സഅയ് ആ കൂട്ടത്തിലില്ല. അതായത് സഫാ മർവക്കടി സഅയ് ചെയ്യേണ്ട ആവശ്യമില്ല. തവാഫ് ചെയ്യുക, വിദാഇൻ്റെ തവാഫ് ചെയ്യുക. അത് സൗകര്യം തവാഫ് ചെയ്യുന്നതിന് തടസ്സമുള്ള അവസ്ഥയാണ് പെണ്ണുങ്ങൾക്ക് ഉള്ളതെന്നുണ്ടെങ്കിൽ അവർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പിന്നെ വിദാഇൻ്റെ തവാഫിന് ഒരുങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് വന്നുകൊണ്ട് പറഞ്ഞു, ഇന്ന ആൾക്ക് നമ്മളെ കൂടെ വരാൻ കഴിയില്ല കേട്ടോ, ഇന്ന ആളിപ്പോൾ നമ്മൾ കുറേ ദിവസം ഇനിയും വൈകുന്നാണ് തോന്നുന്നത്, ഇന്ന ആൾക്ക് ഇപ്പോൾ ഇന്ന് മെൻസസാണ്, വരാൻ കഴിയില്ല, തവാഫ് മെൻസസ് ആയിക്കൊണ്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനത്തെ ആളുകൾക്ക് തവാഫ് ചെയ്യേണ്ട ആവശ്യമില്ല, നിങ്ങൾ തവാഫ് ചെയ്യേണ്ട, ഓരോട് മടങ്ങി പോരാ ഒരുങ്ങാൻ പറയുന്നു. അപ്പോൾ
വിദായിൻ്റെ തവാഫ് പറഞ്ഞത് സൗകര്യമില്ലാത്ത അല്ലെങ്കിൽ പറ്റിയിട്ടില്ലാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, ഒഴിവാക്കുകയും ചെയ്യാവുന്നതാണ്. ഇത്രയാണ് ഇപ്പോൾ പിന്നെ ഹജ്ജ് എന്ന് പറഞ്ഞ സംഗതി. ഞാൻ അവസാനിപ്പിക്കുകയാണ്. ഇതൊക്കെ നിങ്ങൾ ധാരാളം ഹജ്ജ് ക്ലാസ്സുകളും മറ്റൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഡീറ്റെയിലേക്കൊന്നും അധികം ഞാൻ പോയിട്ടില്ല, പോകേണ്ട ആവശ്യമില്ല എന്ന് വിചാരിക്കണേ. അപ്പോൾ ഇതന്നെ കുറച്ച് അധികം സമയമായി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ വളരെ നിർബന്ധമായ വല്ല ചോദ്യങ്ങളുണ്ടെങ്കിൽ